ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡിംഗ് ചാനൽ വഴി നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പാരൽ ചാനൽ വൈസ് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അത് നമുക്ക് അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എപ്പോൾ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആയിരിക്കണം, എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 4 hour ടൈം ഫ്രെയിമിൽ BNBയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണാനായിട്ട് പറ്റും. സോ ഞാനിവിടെ നിന്നും ടൂളിൽ നിന്നും നമ്മുടെ പാരൽ ചാനലിൻ്റെ ടൂള് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാരൽ ചാനൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ അതിൻ്റെ വിക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ക്ലോസിങ് ഓപ്പണിങ്ങിൽ എന്ത് ചെയ്യാം, ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാം. അത് തന്നെ നമ്മുടെ സപ്പോർട്ട് ഏരിയയിലും ആ ഒരു രീതിയിൽ തന്നെ ടച്ച് ചെയ്യിപ്പിച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡൗൺ ട്രെൻഡ് വരച്ചിട്ടുണ്ട്. ഇത് ഡൗൺ ട്രെൻഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, ഇതിൻ്റെ ഈ ഒരു കോയിൻ്റെ പ്രൈസ് മൂവ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ. ആ ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ്, ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്കത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഷോർട്ടാണ്. ഒരിക്കലും നിങ്ങൾ ഡൗൺ ട്രെൻഡിൽ പോയി ഒരു ലോങ് പൊസിഷൻ എടുക്കരുത്. അതുപോലെ തന്നെ അപ്പ് ട്രെൻഡിൽ പോയി ഒരിക്കലും ഷോർട്ടും ചെയ്യാൻ നിൽക്കരുത്. ഒരിക്കലും നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ട്രെൻഡിന് ഒപ്പം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ എങ്ങനെ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് പൊസിഷൻസ് ആണ് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോർട്ട് പൊസിഷൻ എവിടെ എടുക്കാമെന്ന്. ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസി ടച്ച് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് സെൽ ഓഫ് വരുന്നുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ്. അവിടെ നിന്നും നമ്മുടെ ഫസ്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിലിൻ്റെ മുകളിൽ വെക്കാം. ടാർഗറ്റ് ഏരിയ ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ലൈൻ വെച്ചു. ഓക്കെ, ഈ രീതിയിൽ വെച്ചു. അപ്പോൾ നമ്മളിവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, പ്രൈസ് താഴെ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് ആവുന്നു. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ നമ്മളൊരു അപ്പ് ട്രെൻഡിലാണെങ്കിൽ എങ്ങനെ എടുക്കും? അപ്പ് ട്രെൻഡിലാണെങ്കിൽ നമുക്കിവിടെ ഒരു അപ്പ് ട്രെൻഡ് കാണാമല്ലോ, ഇതേ ചാർട്ടിൽ തന്നെ 4 hour ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു അപ്പ് ട്രെൻഡ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു പാരൽ ചാനൽ വൈസ് മാർക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അപ്പ് ട്രെൻഡിൽ എപ്പോഴും നമ്മൾ എന്ത് പൊസിഷനാണ്, ലോങ് പൊസിഷനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൈസ് എപ്പോഴാണോ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ടച്ച് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എൻട്രി എടുക്കാം. ഇപ്പോൾ ഈ ഒരു BNBയുടെ കേസിൽ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രൈസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്താൽ നമുക്ക് അവിടെ എന്തെടുക്കാം, അവിടെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അത് ഏത് രീതിയിൽ കൺഫർമേഷൻ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്ത ശേഷം നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ ആ ഒരു ഏരിയയിൽ അതിൻ്റെ ക്ലോസിങ്ങിൽ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിലിന് താഴെ വെക്കാം ഇതുപോലെ. ഓക്കെ, ഇതിന് ശേഷം റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ടാർഗറ്റായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളങ്ങനെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി, അവിടെ നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിന് താഴെ വെച്ചു, മാർക്കറ്റ് ടാർഗറ്റ് ഏരിയയിലേക്ക് മൂവായി. അതേപോലെ ഈ ഒരു ക്യാൻഡിൽ ഇനി ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയ ആ ക്യാൻഡിലിൽ അവിടെ എൻട്രി എടുക്കാം, ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം, ടാർഗറ്റ് ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, ടാർഗറ്റ് ഏരിയയിൽ എക്സിറ്റ് ആവാം. ഇതുപോലെ നമുക്ക് ഏതൊരു കോയിൻ്റെയും പാരൽ ചാനൽ വൈസ് അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ പ്രോഫിറ്റ്, എൻട്രി എടുക്കേണ്ട ഏരിയാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.